ഇനി നമ്മൾ വൈറ്റിലയിലേക്ക് പോകുന്നു. അവിടെ നക്ഷത്ര കേറ്ററിംഗ് സെന്ററിലുള്ളത് ലിഡിയ ജേക്കബാണ്. ലിഡിയ, നക്ഷത്ര കേറ്ററിംഗ് ഏജൻസി എന്നുള്ളത് കൊച്ചി നഗരത്തിൽ വളരെ പ്രമുഖമായൊരു കേറ്ററിംഗ് ഏജൻസിയാണ്. ഒരു അടച്ചുപൂട്ടലിന്റെ സാഹചര്യമുണ്ടോ എന്നൊക്കെ അസോസിയേഷനൊക്കെ ഭയമുണ്ട്. ആ സാഹചര്യത്തിൽ അവിടെ എന്താണ് അവർക്ക് പറയാനുള്ളത്? അനുജ, കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ് എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഏകദേശം 40% ഹോട്ടലുകളും ഒപ്പം കാറ്ററിംഗ് സർവീസുകളും അടച്ചുപൂട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നമ്മളുള്ളത് വൈറ്റിലുള്ള നക്ഷത്ര കാറ്ററിംഗ് സർവീസിലാണ്. ഇവിടെ നാളെ മുതൽ പ്രവർത്തനം ഇല്ല എന്നുള്ളതാണ്. ഏകദേശം സിലിണ്ടറുകൾ തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഉടമകൾ അറിയിക്കുന്നത്. നാളെ മുതൽ പ്രവർത്തനമില്ല. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നാളെ ഷോപ്പ് പ്രവർത്തിക്കുന്നതല്ല എന്നുള്ള ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകൾ, അതായത് കൊച്ചിയിൽ താമസിക്കുന്ന കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത് അത് പുറത്തുനിന്നുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളാണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ ഹോട്ടലുകളും കാറ്ററിംഗ് സർവീസുകളും ചെറിയ ചെറിയ ക്യാന്റീനുകളുമാണ്. അപ്പോൾ നാളെ മുതൽ ഇതൊക്കെ അടച്ചുപൂട്ടുമ്പോൾ വലിയ പ്രതിസന്ധിയിലാകും ആളുകൾ എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ നക്ഷത്ര കാറ്ററിംഗ് സർവീസിന്റെ ഉടമ ചേരുന്നുണ്ട്. ചേട്ടാ, എത്രത്തോളം ഉണ്ട് പ്രതിസന്ധി? അതായത് ഏകദേശം സിലിണ്ടർ തീരാനായല്ലേ? ഏകദേശം സിലിണ്ടർ മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ഹോട്ടൽ തുറക്കാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഞങ്ങളുടെ കയ്യിലില്ല. കുറച്ച് ഓർഡറുകൾ ഞായറാഴ്ച വരെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുള്ള മാർഗം ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ മുതൽ ഹോട്ടൽ അവധിയായിരിക്കും. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും, ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ഒരു അവസ്ഥ തന്നെയാണ് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴൊക്കെ അറിഞ്ഞത്. വേറെ ഒരു മാർഗമില്ല. ഏകദേശം ഇന്നിപ്പം ഉച്ചയ്ക്ക് കുറച്ച് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചു എന്ന് പല ഹോട്ടലുകളിലും അങ്ങനെ ഉണ്ടായിരുന്നു. ഊണിന് കുറച്ച് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചിരുന്നു. അതുപോലെ തന്നെയാണോ ഇപ്രാവശ്യം ഇവിടെയും ഇന്ന് അത്തരത്തിൽ വിഭവങ്ങൾ വെട്ടിക്കുറച്ചിരുന്നു? ഞങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചു എന്നുള്ളൂ. പായസം, ബീഫ് അങ്ങനെയുള്ളതിന്റെ ക്വാണ്ടിറ്റി കുറച്ചു. എത്രയും പെട്ടെന്ന് ചുരുക്കി അത്യാവശ്യമുള്ള ആളുകൾക്ക് കൊടുത്തൊരു 3 മണിയോടെ എല്ലാ സാധനങ്ങളും കഴിഞ്ഞു. എന്നിട്ടും ആളുകൾ വരവായിരുന്നു. മറ്റുള്ള ഹോട്ടലുകൾ അവധിയായതുകൊണ്ട് നമ്മളുടെ ഹോട്ടൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ 3-4 മണി വരെ ഇവിടെ ആളുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിന്നൊക്കെ അറിയാൻ പറ്റിയത് പല ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുകയാണെന്നാണ്. ഈ വിറകടുപ്പടക്കമുള്ള കാര്യങ്ങളിൽ ബദൽ മാർഗങ്ങളിലേക്കൊന്നും നോക്കിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എന്താണ് അടുത്തത്? അതാണ് വേറെ ഇനിയുള്ളൊരു വഴി ഈ വിറകടപ്പാണ്. അപ്പൊ അതിനുള്ള പരിപാടികളൊക്കെ നോക്കി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ സൈഡിലൂടെ നടക്കുന്നുണ്ട്. അനുജ, അത് തന്നെയാണ്. മറ്റ് ബദൽ മാർഗങ്ങൾ ഉടൻ തന്നെ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കാവും പോവുക എന്നുള്ളതാണ്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകൾ ഈ ഹോട്ടലിനെയും ഒപ്പം മറ്റ് കാറ്ററിംഗ് സർവീസുകളെയും ഒക്കെ ആശ്രയിക്കുന്നതാണ്. അത് വലിയ പ്രതിസന്ധിയിലാവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത് വിറകടുപ്പിലേക്കൊക്കെ മാറാനുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അതിന് പക്ഷേ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പല ഹോട്ടലുകളും എറണാകുളം നഗരത്തിൽ ഉൾപ്പെടെ നോട്ടീസുകളൊക്കെ പതിച്ചു കഴിഞ്ഞു. അവിടെ ചോറില്ല, കറികളില്ല, ഒറ്റ വിഭവത്തിലേക്ക് മാത്രം ചുരുക്കുന്നു, അല്ലെങ്കിൽ 1-2 വിഭവങ്ങൾ ഉണ്ടാക്കിയത് ആവശ്യം പോലെ ചൂടാക്കി നൽകുന്നതിലേക്കൊക്കെ പല ഹോട്ടലുകളും മാറുന്നു. മെന്യു വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ളത് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കേൾക്കുന്നു. ആ പ്രതിസന്ധി രൂക്ഷമായി വരികയാണ് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.